Good evening, Bobby Chemanur. Namaskaram. Very much, very good evening. Yeah. Bobby Chemanur, കേസായല്ലോ സ്ത്രീത്വത്തെ അപമാനിച്ചടക്കമാണ് കേസ്. IT ആക്ട് അടക്കം ഇട്ടിട്ടുണ്ട്. കുഴപ്പമാവോ? അറിയില്ല എന്താണെന്ന്. അല്ല, ഇതിൽ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ താങ്കൾ കേട്ടിരുന്നോ? കേട്ടിരുന്നു. അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ ശ്രീ ബോബി ചെമ്മണ്ണൂർ? അതിപ്പോ കുന്തി ദേവി എന്ന് പറയുകയുണ്ടായി. അത് രണ്ട് ഉദ്ഘാടനത്തിന് വന്നിരുന്നു നമ്മുടെ. അപ്പൊ അതില് ഞങ്ങള് മഹാഭാരതം റിലേറ്റഡ് ആയ കഥയുമായി ബന്ധപ്പെട്ടായിരുന്നു താങ്കൾ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ എന്തെങ്കിലും ചടങ്ങോ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഇതില് സീരിയൽ ഉണ്ടല്ലോ ഹിന്ദിയില്, അതിലൊരു കഥാപാത്രം ഉണ്ട് ഇവരോട് സാദൃശ്യമുള്ളത്. അപ്പൊ അവരുമായിട്ട് ഞാൻ പറഞ്ഞു, അതിന്റെ ഒരു സാദൃശ്യം ഞാൻ പറയുകയുണ്ടായി. പക്ഷെ അത് അവര് ആ സെൻസിൽ തന്നെ എടുത്തിട്ടുള്ളായിരുന്നു. തുടർച്ചയായിട്ട് താങ്കൾ പറഞ്ഞല്ലേ? ഒന്നിൽ കൂടുതൽ തവണ പറഞ്ഞോ? അല്ല, അതൊരു പ്രാവശ്യം പറഞ്ഞുള്ളൂ. പിന്നെ അടുത്ത ഇനാഗ്രേഷൻ ഇതുപോലെ വേറെ എന്തോ ഒരു കാര്യം പറഞ്ഞുണ്ടായി. സ്ഥിരമായിട്ട് ഇങ്ങനെ ഉപമകൾ ഇങ്ങനെ പറയേണ്ടത് ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ ബോബി ചെമ്മണ്ണൂർ? അതായത് അവർക്ക് അത്ര കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയ സാഹചര്യത്തിൽ? അല്ല, ഇതിപ്പോ അവരെ വിളിച്ചത് മാർക്കറ്റിംഗ്, സെയിൽസ്, അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ, പ്രൊമോട്ട് ചെയ്യാനല്ലേ വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്റൻഷനും അത്രയേ ഉള്ളൂ. നമ്മള് ഡാൻസ് കളിച്ച് ഒരുമിച്ച് ആഭരണങ്ങൾ ഇട്ട് കൊടുത്തു. വളരെ നല്ല അവർക്കൊരു വിയോജിപ്പും അവര് കംഫർട്ടബിൾ അല്ലെന്നും ബോബി ചെമ്മണ്ണൂർ തിരിച്ചറിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ശരിക്കും എനിക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല, ഇന്നാണ് കൊടുത്തത്. ഇത് 4-5 ദിവസം മുമ്പ് കേസ് കൊടുത്തിട്ടുള്ളവര് അവരുടെ പോസ്റ്റിൽ ഒരുപാട് പേര് മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. ഞാൻ കുന്തി ദേവി എന്ന് പറഞ്ഞത് അത് വെച്ചിട്ട് മാറ്റി വേറെ തരത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. കൊടുത്തു. അങ്ങേക്ക് ഇപ്പൊ മറ്റെത്രയോ കഥാപാത്രങ്ങൾ പറയാമായിരുന്നു. നമ്മളാരും അധികം ഈ അങ്ങ് കണ്ടിരുന്നോ? ഈ മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ? ഉണ്ട്. ഒരു ഹിന്ദി സീരിയലുണ്ട്. അവരുടെ നടിയുടെ പേരറിയുമോ താങ്കൾക്ക്? പേരിപ്പോ ഓർമ്മയില്ല. ഞാൻ പക്ഷെ അവരെ ഓർമ്മയുണ്ട്, പേരോർമ്മയില്ല. പേരിപ്പോ ഓർമ്മയില്ല എനിക്ക് സീരിയലില്. അപ്പൊ നമ്മൾ അത് പറയുമ്പോൾ ഇതുപോലെ മറ്റുള്ളവർ അവരെ മോശമായി ചിത്രീകരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടല്ലോ. കുന്തി ദേവി എന്നുള്ള ഒരു വാക്ക് താങ്കൾ അങ്ങനെ പ്രയോഗം നടത്തിയത് കൊണ്ടാണ് ബാക്കിയുള്ളവർ പിന്നെ വലിയ ധൈര്യത്തോടു കൂടി ആ പ്രയോഗങ്ങൾ ഏറ്റെടുത്തത്. അപ്പൊ അങ്ങനെ ഒരു പ്രയോഗം താങ്കൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിയത് അതിനൊരു കാരണമായിട്ടുണ്ടെങ്കിൽ അവരോടൊരു സോറി പറയാമായിരുന്നില്ലേ? അല്ല, അവരുടെ അടുത്ത് സോറി പറയണോണ്ട് യാതൊരു വിരോധമില്ല. നമ്മൾ മനഃപൂർവ്വം ചെയ്തിട്ടില്ല. എങ്കിൽ പോലും അവർക്ക് അങ്ങനെ മാപ്പ് പറയുന്നു അങ്ങനെയുണ്ടെങ്കിൽ ഖേദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു വിഷമം അറിഞ്ഞോ അറിയാതെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇവിടെ അറിഞ്ഞൊന്നും ചെയ്തിട്ടില്ല ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ വിഷമമുണ്ട് അങ്ങനെ വന്നതില്. തീർച്ചയായിട്ടും അതിന് സോറി പറയണോണ്ട് എന്താണ്, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെ ആയി എന്നുള്ളതാണ്. മാത്രമല്ല ഇനി അവരെ കുറിച്ച് അങ്ങനെ ഒരു കമന്റും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെ? ഇനി അത് നിർത്തി? തീർച്ചയായിട്ടും ഇല്ല. നമ്മളിപ്പോ അതേ സെൻസിൽ എടുക്കുന്നവരുടെ അടുത്ത് നമ്മൾ തമാശ പറയാറുണ്ട്. എത്രയോ പേരുടെ അടുത്ത് എത്രയോ നടന്മാരും നടിമാരൊക്കെ വന്നിട്ടുണ്ട്. നടന്മാരോടും നടിമാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഈ താങ്കളുടെ ജുവലറിയുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ ആണോ ഈ ഹണി റോസിനെ വിളിച്ചത് താങ്കൾ? അതെ, ഇനാഗ്രേഷൻ ആണ് വിളിച്ചിട്ടുള്ളത്. പക്ഷെ ആ സമയത്തൊന്നും ഹണി റോസ് അങ്ങനെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ലേ? ഈ കംഫർട്ട് അല്ല എന്ന് താങ്കളോട് നേരിട്ട് പറഞ്ഞിരുന്നില്ലേ? എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. മാനേജറുടെ അടുത്ത് പറഞ്ഞിരുന്നു, അങ്ങനെ പറയുമ്പോ ഒന്ന് സൂക്ഷിച്ച് പറയണം എന്നൊക്കെ. എന്നിട്ടും താങ്കൾ ശ്രദ്ധിക്കാതെ പോയി എന്നതാണ്. ഇല്ല, അതിനുശേഷം ഇനാഗ്രേഷന് പിന്നെ ഉണ്ടായിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ പിന്നീട് താങ്കൾ പറഞ്ഞിരുന്നു അതിനുശേഷം? എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ പോസിറ്റീവായിട്ട്, അതായത് ഈ സിനിമ ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നവരെ ഇന്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടി എന്റെ അടുത്ത് ചോദിച്ചിരുന്നു, സോഷ്യൽ മീഡിയയിൽ ഹണി റോസിന്റെ പോസ്റ്റിലൊക്കെ ഒരുപാട് പേര് ബോച്ചെ പറഞ്ഞതല്ലാതെ വളച്ചൊടിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഇപ്പൊ പലരും പറയുന്നു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല എന്ന് പറയുകയും അങ്ങനത്തെ ഇതില് പിന്നെ ഞാൻ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് ആ വീഡിയോ മുഴുവൻ. കാരണം അതിൽ പീസ് മുറിച്ചിട്ടിട്ടാണ് പലരും ഇടുന്നത് ചില ഭാഗങ്ങള്. പക്ഷേ അതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊതുസമൂഹം അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം പൊതുവെ അംഗീകരിക്കില്ല. പെട്ടെന്നൊരു കൈയടിയൊക്കെ കിട്ടുമെങ്കിലും സമൂഹ മാധ്യമത്തിൽ ചില ആളുകളൊക്കെ പിന്തുടരുമെങ്കിലും ഇപ്പോൾ നമ്മൾ ചോദിച്ച 10-10 പേരും താങ്കൾക്കെതിരെയാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതങ്ങ് ശ്രദ്ധിക്കുമായിരിക്കും അല്ലെ? ഇനിയിപ്പോ എന്തായാലും അതെ ഇതിപ്പോ എന്താ പറയാ, ലക്ഷക്കണക്കിന് ആൾക്കാർ ഇത് തമാശയായിട്ട് എടുക്കുന്നുണ്ട്. ആ സെൻസിൽ കുറെ പേര് അത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. രണ്ട് പക്ഷം. എന്തായാലും ഈ ഹണി റോസിന് അങ്ങനെ വിഷമം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് താൻ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ താൻ നിർവ്യാജമായിട്ട് ഖേദിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഞാൻ കാരണം ഒരാൾക്കൊരു വിഷമം ഉണ്ടാവരുത്. പൊതുവെ അതിപ്പോ ഞാൻ അല്ലെങ്കിലും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. ഒരാളെയും ഉപദ്രവിക്കാൻ പോകുന്ന ആളല്ല. അങ്ങനെയാണ്. ശരി ബോബി ചെമ്മണ്ണൂർ, താങ്ക് യു. എന്തായാലും നിയമപരമായി ഇനി നേരിടുക. കേസായ സ്ഥിതിക്ക് ഇനി ഈ മാപ്പ് കൊണ്ട് അവസാനിക്കുമെന്ന് അറിയില്ല. ബാക്കി ഹണി റോസ് ആണ് തീരുമാനിക്കേണ്ടത്. താങ്ക് യു. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. എന്തായാലും എൻ്റെ ഈ രാജ് റിയാക്ട് എന്ന് പറഞ്ഞ ചാനൽ മോണിറ്റൈസ് ആയി 2 ദിവസമായിട്ട് മോണിറ്റൈസ് ആയിട്ട്
സത്യം ഞാൻ ഇതിലേക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഇനി തുടർച്ചയായിട്ട് ഇതിനകത്ത് വീഡിയോ ഇടണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മൾ വെറും ഒരു 4-5 വീഡിയോ ഇട്ടിട്ടുള്ളൂ, അതിനിടയ്ക്ക് അത് മോണിറ്റൈസ് ആയി. എല്ലാവർക്കും വളരെ നന്ദി. അപ്പോൾ ഇനി ഇതിനകത്ത് പലതരത്തിലുള്ള പിന്നീട് വീഡിയോസ് ഇടും. ഞാനിപ്പോൾ ഇതിനകത്ത് വന്ന കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ബോച്ചയുടെ കേസ് അറിയാലോ. നമ്മുടെ ഹണി റോസിനെ എന്ത് ചെയ്തു, കുന്തി ദേവി എന്ന് പരാമർശിച്ചു. അതായത് കുന്തി ദേവിയിൽ പുള്ളി ഉദ്ദേശിച്ചത് കുന്തി ദേവി എന്നാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അങ്ങനെ ഉദ്ദേശിച്ചു ഹണി റോസ് എന്ത് ചെയ്തു, നമ്മുടെ സോഷ്യൽ മീഡിയ വഴി എന്നെ ഒരാൾ നിരന്തരം ബാക്കിലേ നടന്നുകൊണ്ട് ഇങ്ങനെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നു, അവർക്കെതിരായിട്ട് അതിന് ശക്തമായ നിയമ നടപടികൾ എടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹണി റോസ് ഒരു പോസ്റ്റ് ഇടുന്നു. അതിനുശേഷം കുറെ ഞരമ്പ് രോഗികൾ അതിന്റെ താഴെ വന്നിട്ട് അവരുടെ അവന്റെയൊക്കെ ഫ്രസ്ട്രേഷൻ അവിടെ തീർക്കുന്നു. അതിന് പകരമായിട്ട് അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് ഈ ഹണി റോസ് എന്ത് ചെയ്യുന്നു, കേസ് കൊടുക്കുന്നു. അതിൽ 30 പേർക്കെതിരെ കേസ് കൊടുക്കുന്നു. അതിൽ ഒരാളെ എന്ത് ചെയ്തു, പോലീസ് പൊക്കുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ചോദിച്ചു, എന്തുകൊണ്ട് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂറിന്റെ പേര് പറയാനുള്ള ചങ്കുറപ്പ് ആർക്കില്ല, ഹണി റോസിന് ഇല്ലാതെ പോയത് എന്ത്? ഈ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഞരമ്പിനെ നിങ്ങൾ കേസ് കൊടുത്തുമില്ല. അതിന്റെ പടയാളികളായിട്ട് കുറെ ഉണ്ടല്ലോ, ഈ ബോബി ചെമ്മണ്ണൂരിന്റെ മൂട് താങ്ങി കിടക്കുന്ന കുറെ തെണ്ടികളുണ്ട്. അവന്റെയൊക്കെ വീട്ടിലിരിക്കുന്ന അമ്മമാരെ പെങ്ങന്മാരെ ഇതുപോലെ ദ്വയാർത്ഥം പറയുമ്പോൾ അവർക്ക് അത് കൊള്ളത്തുള്ളൂ. അപ്പൊ അവർക്കെതിരെ കേസ് കൊടുത്തപ്പോൾ ഹണി റോസിന് ഇത്രയേ ഉള്ള പേടിച്ചു പോയ ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂരിന്റെ പിന്നീട് പണക്കൊഴുപ്പിലെ പണത്തിന്റെ പവർ കണ്ട് ഹണി റോസ് പോലും പേടിച്ചു പോയോ, നാണമില്ലേ എന്നൊക്കെ നമുക്ക് തോന്നി. പക്ഷെ അത് ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമായിരുന്നു എന്ന് പിന്നെ നമ്മൾ അറിയുന്നു. അവരുടെ ഈ പറയുന്ന വക്കീലുമാരൊക്കെ സംസാരിച്ചതിന് ശേഷം ആദ്യം അവന്റെ പേര് കൊടുക്കേണ്ട, പേര് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ഈ മെയിൻ സ്ട്രീം ഒന്നും എടുത്തിട്ടൊരു വാർത്തയാക്കത്തില്ല. മനസ്സിലായോ? പേര് കൊടുക്കാതിരുന്നത് കൊണ്ട് തന്നെ എല്ലാ മെയിൻ സ്ട്രീമുകളും എടുത്ത് വാർത്തയാക്കി. ഇനി എന്ത് ചെയ്തു, ഇപ്പം ഹണി റോസ് വീണ്ടും കൊണ്ട് എന്ത് ചെയ്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഹണി റോസ് കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട്, ബോബി ചെമ്മണ്ണൂറിനെതിരായിട്ട് കൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് ഈ മുമ്പ് വാർത്ത കൊടുത്തവർക്ക് ഇത് വാർത്ത കൊടുക്കാതിരിക്കാൻ പറ്റില്ല, അവരിപ്പോ വാർത്ത കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് റിപ്പോർട്ടർ ചാനലിൽ ഈ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ വന്ന അവിടെ ഇവിടെയും തുറയാതെ കുറെ സാധനങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഈ അരുണിന്റെ അടുത്ത് ചോദിക്കാം, റിപ്പോർട്ടർ ചാനൽ അല്ല, അരുൺ അങ്ങനെ അല്ലല്ലോ ചെയ്യാറ്. റിപ്പോർട്ടർ ചാനൽ അരുണിന്റെ അടുത്ത് ആര് വന്നാലും അരുൺ എന്ത് ചെയ്യും, ഈ പുള്ളി എന്ത് ചെയ്യും, പുള്ളി അവിടെ നിന്ന് കൊടഞ്ഞ് അവന്റെ വാക്യത്തിൽ അവനെ ഉത്തരം മുട്ടിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ ഇവിടെ അത് കണ്ടില്ല. ഈ ഒരു തരത്തിൽ ഈ പറഞ്ഞ അവനെ നമ്മുടെ ബോച്ചയ്ക്ക് ഇത്തിരി സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെയെങ്കിലും ഒന്ന് നൈസായിട്ട് അങ്ങ് ഒതുങ്ങി പോകട്ടെ എന്നുള്ള രീതിയിലാണ് അവിടെ റിപ്പോർട്ടർ ചാനൽ അരുൺ അവിടെ എന്ത് ചെയ്തത്, ഈ പറഞ്ഞതുപോലെ സംസാരിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല പൊതുവെ എന്തായാലും ഈ അരുൺ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു വോയിസ് ഞാനിവിടെ കൊടുക്കാം. ആ വോയിസ് കേൾക്കുമ്പോൾ നമുക്കറിയാം ഈ പറയുന്ന പിന്നീട് ബോച്ചയുടെ കുറെ ന്യായങ്ങളൊക്കെ അതിൽ കേൾക്കാം. അത്രയേ ഉള്ളൂ. എന്തായാലും നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.